പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ഏതൊരു എക്സാം വന്നാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇൻഫെക്ഷൻ ഓഫ് വിച്ച് ബാക്ടീരിയ ആർ റിപ്പോർട്ടഡ് ഇൻ കോഴിക്കോട് ഓൺ 19th December 2020 വെയർ നോർത്ത് കേരള ഹാസ് ബീൻ പുട്ട് ഓൺ അലർട്ട്. 2020 ഡിസംബർ 19 വടക്കൻ കേരള ജാഗ്രതയിലാക്കിയ കോഴിക്കോട്ടിൽ ഏത് ബാക്ടീരിയയുടെ അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഷെഗല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഷെഗല്ല ബാക്ടീരിയൽ അണുബാധയാണ് 2020 ഡിസംബർ 19 കോഴിക്കോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 11 വയസ്സുള്ള ആൺകുട്ടി മരിച്ചതിനെ തുടർന്ന് വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും 20ഓളം പേർക്ക് അണുബാധയുണ്ടെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പ്രൊജക്ട് വെയർ ഫണ്ട്സ് റിസീവ്ഡ് ഫ്രം ദി വേൾഡ് ബാങ്ക് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഡാംസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നിലവിലുള്ള ഡാമുകളുടെ പെർഫോമൻസും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് ലോകബാങ്കിൽ നിന്ന് ഫണ്ട് ലഭിച്ച പദ്ധതിയുടെ പേര്? ഡ്രിപ്പ് 2 ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്ട് 2. ഇന്ത്യയിൽ നിലവിലുള്ള ഡാമുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അവയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി ലോകബാങ്ക് $250 ദശലക്ഷം അംഗീകരിച്ചു. രാജ്യത്തെ 120 ഡാമുകൾ ശക്തിപ്പെടുത്തുന്നതിന് ഈ തുക വിനിയോഗിക്കും. ഇൻ വിച്ച് സ്റ്റേറ്റ് ദി യൂണിയൻ മിനിസ്റ്റർ ശ്രീ നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റഡ് ആൻഡ് ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് 33 NH പ്രോജക്ട്സ് ഓൺ 19th December 2020? 2020 ഡിസംബർ 19 കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി 33 NH പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും അടിത്തറ ഇടുകയും ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? കർണാടക. ശ്രീ നിതിൻ ഗഡ്കരി മിനിസ്റ്റർ ഫോർ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഇദ്ദേഹമാണ് 2020 ഡിസംബർ 19 ഈ പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തത്. 1197 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾക്ക് 10,904 കോടി രൂപ ഈ പദ്ധതി പ്രകാരം ചിലവിടും. On which date the world is to witness a rare celestial event, the conjunction of Saturn and Jupiter? ശനിയും വ്യാഴവും കൂടിച്ചേരുന്ന അപൂർവമായ ഒരു ആകാശ സംഭവത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന തീയതി എന്നാണ്? ഡിസംബർ 21, 2020. 2020 ഡിസംബർ 21 ശനിയും വ്യാഴം കൂടിച്ചേരുന്ന ഒരു അപൂർവ ആകാശ കാഴ്ച ലോകം സാക്ഷ്യം വഹിക്കും. അടുത്തത് 2080 മാർച്ച് 15 ആയിരിക്കും. ഇതിനു മുമ്പ് 1623 ജൂലൈ 16 ആയിരുന്നു. ഇത് 735 മില്യൺ കിലോമീറ്റേഴ്സ് അകലെയാണ് ഇത് സംഭവിക്കുക. ഒരു ബ്രൈറ്റ് ഡോട്ട് ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കും തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട്. What is the new name announced for the members of the United States Space Force on December 18, 2020? 2020 ഡിസംബർ 18 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ സേനയിലെ അംഗങ്ങൾക്കായി പ്രഖ്യാപിച്ച പുതിയ പേര് എന്താണ്? ഗാർഡിയൻസ്. ഗാർഡിയൻസ് എന്ന പേരിലായിരിക്കും ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് അറിയപ്പെടുക. ഗാർഡിയൻസ് എന്ന പേര് അവരുടെ അഭിമാനകരമായ പൈതൃകത്തെയും സംസ്കാരത്തെയും സുപ്രധാന ദൗത്യവുമായി ബന്ധിപ്പിക്കുന്നു. എഗെയിൻസ്റ്റ് വിച്ച് കൺട്രി ഇന്ത്യ സ്കോർഡ് ഇറ്റ്സ് ലോവസ്റ്റ് ടോട്ടൽ ഓഫ് 36/9 ഇൻ ദി ടെസ്റ്റ് സീരീസ് ഓൺ 19th December 2020? 2020 ഡിസംബർ 19 നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഏറ്റവും കുറഞ്ഞ റൺസ് 9 വിക്കറ്റിന് 36 റൺസ് നേടിയത് ഏത് രാജ്യത്തിനെതിരെയാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയുടെ ഏറ്റവും ലോവസ്റ്റ് റൺസാണ് 36
റൺസ് 9 വിക്കറ്റ്. 65 വർഷത്തിന് ശേഷമാണ് ഒരു ടീം ഇത്രയും കുറഞ്ഞ റൺസ് എടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ റൺസ് 26 ആയിരുന്നു 1955 മാർച്ച് 25 ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനെതിരെ. Who won the 52 kg weight class in the Boxing World Cup which held in Cologne on 19th December 2020? 2020 ഡിസംബർ 19 കൊളോണിൽ നടന്ന ബോക്സിംഗ് ലോക കപ്പ് 52 കിലോഗ്രാം വിജയിച്ചത് ആരാണ്? അമിത് പൻഘാൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്ന ഇന്ത്യൻ ബോക്സർ അമിത് പൻഘാൽ ആണ് ലോക ബോക്സിംഗ് വേൾഡ് കപ്പിൽ 52 കിലോ വെയ്റ്റ് ക്ലാസ്സിൽ വിജയിച്ചത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.